ശരിയാണ് എന്റെ പിള്ളേടെ നിങ്ങളെന്താ എന്റെ പിള്ളേരെ കാണിക്കണേ? ഹലോ, ഇത്തവണത്തെ പെരുന്നാളിന് പുതുമയാണ് കേട്ടോ. അനിയത്തിയുടെ പുതുപെരുന്നാളാണ്. അപ്പോൾ അവൾ കുറച്ച് ഡ്രസ്സൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് ഫിറ്റാണെന്നൊക്കെ പോയി ഇട്ട് നോക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങുന്ന ടൈമിലാണ് ഈ ഒരു തവളക്കുട്ടനെ കണ്ടത് കേട്ടോ. അപ്പോൾ അവനെയും കൂടി നമ്മുടെ വീഡിയോയിലൊന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് അവൾ ഡ്രസ്സ് എടുത്തപ്പോൾ മുതൽ വിളിക്കുന്നതാണ്, പിള്ളേരുടെ ഡ്രസ്സൊന്ന് വന്നിട്ട് നോക്ക്, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാറ്റാനുള്ളതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളീ പോകുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ലാസ്റ്റ് ഡേറ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള. അതുകൊണ്ടാണ് ധൃതി പിടിച്ച് പോകുന്നത്. ഇപ്പോൾ വണ്ടി കയറുമ്പോൾ മോളെ എല്ലാവർക്കും ഇതേപോലെ ടാറ്റയൊക്കെ കൊടുത്ത് ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കും കേട്ടോ. ചില സമയത്തൊക്കെ ദേഷ്യമൊക്കെ വരും, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അവൾ എത്തിയിട്ടുണ്ടായിരുന്നു. അനിയത്തിനെ അടുത്ത് കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ അവൾ മിക്കവാറും ദിവസങ്ങളിൽ വീട്ടിലേക്ക് വരാറുണ്ട്. എസ്പെഷ്യലി നോമ്പിന് വർഷങ്ങളായിട്ട് ഉമ്മച്ചിയും അവളാണ് തറാവീഹ് ഒറ്റയ്ക്ക് നിസ്കരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴും ഉമ്മച്ചിക്ക് ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൾ തറാവീഹ് നിസ്കരിക്കാനായിട്ട് വീട്ടിലേക്ക് വരും. അവിടുത്തെ പാരൻസിന് അതൊരു പ്രശ്നമല്ല കേട്ടോ, മാഷാ അല്ലാ. വരുമ്പോൾ തന്നെയുള്ള ഞങ്ങളുടെ പരിപാടി കേട്ടോ. എല്ലാ പാത്രങ്ങളും പൊക്കി നോക്കിയാൽ ഇഷ്ടംപോലെ തിന്നുക, അതൊക്കെ തന്നെ. പിന്നെ ദേ അനിയത്തി അവൾ വാങ്ങിച്ച എല്ലാ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി പിള്ളേരെ ഇടിക്കുന്ന ചടങ്ങാണ് കേട്ടോ. അപ്പോ അതെന്ത് വലുതാണിത്? എടി വലുത് പ്രശ്നമല്ല. അതോ ശരിയാണ് എന്റെ പിള്ളേടെ പിന്നെ ഒന്ന് ചിരിക്കും. ഞാനാ തയ്ക്കാൻ കൊടുത്ത് തയ്ക്കാൻ കൊടുത്ത് ചേച്ചിനെ നോട്ട ചേച്ചി തല്ലോ കൊറേ തല്ലാറില്ല. കൊഴപ്പല്ല. എന്നിട്ട് ഇവരെ കുഴപ്പമില്ല. അതിന്റെ അല്ല ഭയങ്കര വലിയ വലിയ പെങ്കൊച്ചായി, വലിയ പെങ്കൊച്ചായി പോയി. ചെറുതായിട്ട് മതി. കുഞ്ഞു ആവുകളെ ഇഷ്ടം. ഇല്ല കുഴപ്പമില്ല, അത് അവളുടെ. ഡ്രസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവളുടെ ബിസ്ക്കറ്റ് പാത്രമായിട്ട് വന്നിട്ടുണ്ട് തുറക്കാനായിട്ട്. ഇനി ഉപ്പിച്ചിരി വകം വേറെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇനി എൻ്റെ കുട്ടന്മാരുടെ ഷർട്ടാണ് കേട്ടോ. ഇതാണ് കറക്റ്റ് സൈസാണെന്നൊരു ഡൗട്ട് ഉണ്ടായത്. അടിപൊളി ഷർട്ട്, നല്ല കളറ്. അൽഹംദുലില്ലാ രണ്ടുപേരും ഷർട്ട് കറക്റ്റ് സൈസായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇനി മുടി കൂടി പെട്ടിച്ചാൽ സെറ്റായെന്ന് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. നോക്കട്ടെ. ആ സുന്ദരി സുന്ദരി. 3 പേര് ഒരുമിച്ച് നിർത്തിയൊരു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന പാടാണ് ഈ കാണുന്നത്. എന്നിട്ടാണ് ഉപ്പിച്ചിരി വക ഡ്രസ്സുകളൊക്കെ ഇട്ടു നോക്കാൻ. ഓ കിട്ടിടി കിട്ടിടി ഫ്രെയിമിൽ കിട്ടിടി. അല്ലോ കിട്ടി 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 കിട്ടി. ഇത് രണ്ടും നിക്കല് മോനിക്ക് ഒരു പാൻറ്റുണ്ട്. അനിയത്തിയുടെ ഡ്രസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്തത് ഉമ്മിച്ചിയുടെ സെക്ഷനാണ്. ഉപ്പിച്ചി പള്ളിയിൽ പോയേക്കാട്ടോ, എത്തിയിട്ടില്ല. അപ്പോൾ ഉപ്പിച്ചി വാങ്ങിച്ച ഡ്രസ്സുകളൊക്കെ ഉമ്മിച്ചി 2 പേർക്കും കൊടുക്കുകയാണ്. പക്ഷേ ഇത്തവണ കോളടിച്ച് രണ്ടാമത്തവനാണ്. രണ്ടാമത്തവനിക്ക് മൂത്തവൻ്റെ ട്രാക്ക് സൂട്ടും കൂടി കിട്ടിയായിരുന്നു. കാരണം മൂത്തവനിക്ക് അത് കുറച്ച് ലെങ്ത്ത് കുറവായിരുന്നു. പിന്നെ അത് ഞങ്ങൾ മാറ്റണ്ടാന്ന് പറഞ്ഞിട്ടോ. കാരണം രണ്ടാമത്തവനിക്ക് പാകമാണല്ലോ, മൂത്തവനിക്ക് നമുക്ക് വേറെ എടുക്കാമല്ലോ. 3 പെൺകുട്ടികളുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. ഇപ്പോൾ 2 ആൺകുട്ടികൾ 2 പെൺകുട്ടികൾ ജനിച്ചതിനിപ്പോൾ അതിന് ഡ്രസ്സ് ഇരിക്കാൻ കറക്റ്റ് അറിയാത്തൊരവസ്ഥയാണ് ഗൈസ്. രണ്ടെണ്ണത്തിനും പെൺപിള്ളേരെ ഡ്രസ്സ് ഇരിക്കാറുണ്ട്. ഇതില്
പിള്ളക്ക് വലിയ ഫ്രോക്ക് അടിക്കാൻ ഓർത്തുണ്ട്. എനിക്കിരുന്ന കളറിന്റെ തന്നെ തുണി എടുത്തുമ്മ. പുള്ള കുറച്ച് വേനിപ്പാ. നിങ്ങളെന്തെന്റെ പിള്ളേരെ കാണിക്കണേ? വിലടി പിള്ളേനെ. ഇപ്പം എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? വന്ദന സിനിമയിലൊരു സീരിയല്ലേ, സുകുമാരിയമ്മയുടെ ഡ്രസ്സ് മോഹൻലാൽ ഇട്ടിട്ട് പോകണത്. അപ്പോൾ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഉപ്പിച്ച് വന്നത്. ഉപ്പിച്ച് തറാവി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഡ്രസ്സൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നിക്കർ ഇതാർന്നോ ചോദിക്കണത്. ആൾ വാങ്ങിച്ചിട്ടാണല്ലോ നിക്കർ ഏതാ പാൻറ്റാന്നൊന്നും ആർക്കറിയാൻ പാടില്ല. ഇതിൻ്റെ ഒപ്പം കിട്ടിയത് പാൻറ്റല്ലാട്ടോ, ഇതിൻ്റെ ഒപ്പം ഒരു മിഡിയാണ്. ഇത് ആക്ച്വലി ഒരു മിഡിയും ടോപ്പാണ്. പക്ഷെ ആള് മിഡി ഇതേ എടിപ്പുള്ള വീഡിയോ കിട്ടില്ലടോ. അല്ലോ ഇതിന്റെ വീഡിയോ ക്ലിപ്പ് ഇട്ടാണ് എനിക്ക് തയ്ച്ചു തരോ? അങ്ങനെ നിങ്ങളെ ഫോട്ടോ എടുക്കുന്ന പെണ്ണിന്റെ മുടി വരുമ്പോ അവിടെ മുടി നമ്മുടെ സുന്ദരിയാവും. അതിലേക്കൊന്നും നീങ്ങി അമ്മേ പാന്റ് കാത് കുത്താതെ ഉമ്മിച്ച് ചീത്ത പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതേ പിള്ളേർ ഇട്ടാപ്പൊട്ടി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് ഇട്ടാപ്പൊട്ടി. പണ്ടൊരു ഗ്രീൻ കവറിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഒരു റെഡ് കവറിലാട്ടോ. ഗ്രീൻ കവറിലായിരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുണ്ടാകുന്നതൊക്കെ വൈറ്റ് ഇട്ടാപ്പൊട്ടികളായിരിക്കും. ഇതിപ്പോൾ കളർഫുൾ ആയിട്ടുള്ളതാണ്. ഇതിപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണെന്ന് അറിയില്ല. ഞങ്ങളുടെ വീട്ടിലത്തെ ഷോപ്പിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും കേട്ടോ. 20 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കാണിച്ചിട്ട് പൊടിച്ചോടാ, കാണിച്ചിട്ട് പൊട്ടിക്കേ. അങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഇട്ടാപ്പൊട്ടി പൊട്ടിക്കലും ദേ അനീത്തി മിക്കാകായും കൂടി ചിക്കൻ കാല് കഴിക്കലും പിള്ളേർക്ക് കൊടുക്കലും എല്ലാം ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ദേ എൻ്റെ ഈ ഒരു കുഞ്ഞു പെണ്ണും ഈ ഒരു ഇട്ടാപ്പൊട്ടി പൊട്ടിക്കാനായിട്ട് ഭയങ്കര ഉഷാറാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു പാക്കറ്റ് എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ പൊറ്റിച്ചുറ്റി എന്ന് പറഞ്ഞു വരും. ആ ഇട്ടാപ്പൊട്ടി എന്ന് പറയാൻ പാടില്ല, പക്ഷെ ആളുടെ ഭാഷയിൽ അത് പറയണതാണത്. നല്ല രസമായിട്ട് ഇത് പൊട്ടിക്കാനായിട്ട്. ഇവിടെ പ്രായഭേദമന്യേ എല്ലാ ആൾക്കാരും ചെയ്യുന്നൊരു അടിപൊളി പ്രോസസ്സാണിത്. ഈ ഒരു ഇട്ടാപ്പൊട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങളതൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ വീട്ടിൽ ഒരുപാട് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അപ്പം ഞങ്ങൾ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഉമ്മച്ചിയും അനിയത്തിയും തറാവീഹൊക്കെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പരിപാടി നടക്കില്ല. കണ്ടില്ലേ, ഇതാണ് അംഗം. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പായിട്ട് അവരതെല്ലാം നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ മൂത്ത ആൾക്ക് വാങ്ങിച്ച 2 ട്രാക്ക് സ്യൂട്ടും ലെങ്ത്ത് കുറവായിരുന്നു, അതുകൊണ്ട് രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു. അപ്പോൾ ഉപ്പിച്ചോന് കുഴപ്പമില്ല, മോനിക്ക് വേറെ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾ വേണ്ട ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളും പറഞ്ഞു. പിന്നെ ഉപ്പിച്ച് ഇത്തികാഫുവിന് പോവാൻ പള്ളിയിലോട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഉമ്മൊക്കെ തന്നിട്ട് ആൾ പോയി. പിന്നെ ഞങ്ങൾ പോരാൻ നേരത്ത് ഉമ്മച്ചിക്ക് ഉമ്മൊക്കെ കൊടുത്ത് ഞങ്ങളും ഇറങ്ങാണ്. ഉപ്പിച്ച് അങ്ങനെ പായും തലകണയും പുതപ്പൊക്കെ ആയിട്ടാണ് പള്ളിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് അവിടെയാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെട്ടിച്ചു വിട്ട ഏത് പെൺകുട്ടികളും വീട്ടിൽ വന്ന് പോകുമ്പോൾ കാണുന്ന അതേ സെയിം പ്രോസസ്സാണ്. ഇതേ കുറേ കറികളും സാധനങ്ങളൊക്കെ ആയിട്ട് കെട്ടിപ്പോയി ഞങ്ങൾ കൊണ്ടുപോവാണ്. സാധാരണ ഇത്ര നല്ല കൊണ്ടുപോകാറ്, ഇതിപ്പോൾ റമദാനായതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ റമദാനിൽ എല്ലാവരും വീട്ടിൽ ബീഫ് ചിക്കൻ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ വയ്ക്കുക. എസ്പെഷ്യലി ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വാപ്പയും കൂടി വീട്ടിലുള്ളതുകൊണ്ട് കൂടുതൽ വീട്ടിൽ അത് തന്നെ വയ്ക്കാറ്. പച്ചക്കറിയൊക്കെ വയ്ക്കൽ റെയറാണ്. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മട്ടിക്കൂട്ട് പെട്ടെന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഉമ്മച്ചി കുറച്ച് ഇഞ്ചിക്കറിയും പാവക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോണത്. അപ്പോൾ ഉപ്പിച്ച് പോകുന്ന ടൈമിൽ ആൾ കുറച്ച് നേരം കൊച്ചിനെ വണ്ടിയിലൊക്കെ കയറ്റിയിരുത്തി കളിപ്പിച്ചു.
അങ്ങനെ ആൾ പള്ളിയിലോട്ട് പോയി. ദേ ആളുടെ പുറകെ അവളും പോവാട്ടോ. മുറ്റത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മുതലിൻ്റെ അകത്തോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവരെല്ലാവരും ഉമ്മച്ചിക്കൊക്കെ ഉമ്മ കൊടുത്ത് പിന്നെ ഉമ്മച്ചി കുറേ പെറുക്കിയെടുക്കണത് അവരുടെ കുറേ ഡ്രസ്സുകളാട്ടോ. എപ്പോൾ വന്നാലും കുറേ ഡ്രസ്സുകൾ എൻ്റെ വീട്ടിലുണ്ടാവും. പിന്നെ അത് ഉമ്മച്ചി എടുത്ത് വയ്ക്കും. എന്നിട്ട് പിന്നെ ഒരു പ്രാവശ്യം വരുമ്പോഴേക്കാണ് അത് കൊണ്ടുപോകുന്നത്. പിന്നെ കുറച്ച് ഡ്രസ്സ് എപ്പോഴും ഇവിടെ ഇട്ടേക്കും കേട്ടോ. ഈ ഒരു ടൈമിലൊക്കെ എൻ്റെ കാലിനൊക്കെ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വീണ കേസ് എൻ്റെ അനിയത്തിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. അനിയത്തിക്കും അറിയാം, എൻ്റെ ഹസ്ബൻഡിനും പിള്ളേർക്കൊക്കെ അറിയാം. പക്ഷേ ഉമ്മച്ചിയുടെ അടുത്തും ഉപ്പച്ചിയുടെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. വെറുതെ എന്തിനാണ് നമ്മൾ അവരെ കൂടി അറിയിക്കണത്. മാത്രമല്ല വീട്ടിൽ നോമ്പുറപ്പിക്കലായിരുന്നു, നോമ്പ് 15-ന്. അപ്പോൾ അതിന് മുമ്പാണ് ഞാൻ വീണത്. നോമ്പ് 13-ന് വീണതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 20 ആയിട്ടുണ്ട്. ഇതുവരെ വച്ചുകൊണ്ടിരുന്നൊക്കെ പറഞ്ഞ് ചീത്ത കേൾക്കില്ലേ. ഈ നോമ്പ് പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ മടി പിടിച്ചിരുന്നതാണ്. മാത്രമല്ല എന്തെങ്കിലും കാരണം കൊണ്ട് കെട്ടിയൊക്കെ വെക്കേണ്ട വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടെൻഷൻ. ഇപ്പോൾ എല്ലാ ടെൻഷനും മാറി കേട്ടോ. അപ്പോൾ കാലൊക്കെ കെട്ടി വെച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും അന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അവൾ സ്കൂട്ടിക്കായിട്ട് വന്നത്, അവളുടെ നാത്തൂൻ്റെ സ്കൂട്ടിയാണ്. അപ്പോൾ അവൾ വരുമ്പോൾ ഈ സ്കൂട്ടിയും കൊണ്ടാണ് വന്നത്. ഇനിയിപ്പോൾ നാത്തൂനിക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഇവളെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ട് പോവും. പിന്നെ ഇവളെ പിക്ക് ചെയ്യാനായിട്ട് വന്നത് അവിടുത്തെ വാപ്പിയായിരിക്കും. ഇന്നിപ്പോൾ അവൾ സ്കൂട്ടിയായിട്ട് പോവാണ്. അവളുടെ ബാക്കിലായിട്ട് ഞങ്ങളും പോവാണ്. അപ്പോൾ മോളിരുന്ന് പറയുന്നത് ഇന്നാന്ന് കേട്ടോ. ഏകദേശം ഒരു സ്റ്റോപ്പ് വരെ അവൾ ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ടാവും. അത് കഴിയുമ്പോൾ അവൾ റൈറ്റിലോട്ട് ടേൺ ചെയ്ത് പോകും. അത് കഴിഞ്ഞാലും മോള് ഇന്നാന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഞങ്ങൾ വീടെത്തണ വരെ ഏത് ബൈക്കും സ്കൂട്ടിയും കണ്ടാലും അവൾ ഇന്നാന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഇന്നോട് പറ്റേ പിന്നതേ ഇവിടെ നിന്ന് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ എനിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോയ ഒരു കാഴ്ച കേട്ടോ. അപ്പോൾ ദേ ഇതൊരു പാകിസ്ഥാനി സൽവാർ സെറ്റാണ്. കുഴപ്പമൊന്നുമില്ല, ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനിട്ടിട്ട് എനിക്കത്ര വലിയ ഒരു ഇഷ്ടം തോന്നിയില്ല. ഒന്നാമത്തെ കാര്യം നോമ്പൊക്കെ പിടിച്ച് ആകെ ആവശ്യതയായി. പിന്നെ കാലിന് ആ ഒരു പരിക്കൊക്കെ പറ്റി നമുക്ക് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തോ ഒരു കളറും എനിക്ക് ചേരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഈ ഒരു ഗ്രീൻ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് കുറച്ച് ഓൾട്ടർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല. എനിക്കെന്തോ എവിടേക്കോ ഒരു വശപ്പശക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നോക്കി, കുറച്ചൊന്ന് ഒക്കെ ഇട്ട് നോക്കി. പിന്നെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ്, അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത്. ഫൈനലി ഞാൻ എടുത്ത ഡ്രസ്സ് ഇതാട്ടോ. ഞാൻ വലിയ വർക്കുള്ള ഡ്രസ്സോ പാർട്ടി വെയറോ സെമി പാർട്ടി വെയറോ ഒന്നും എടുക്കണ്ട എന്ന് വിചാരിച്ച് പോയൊരു ആളാണ്. പക്ഷേ ഈ ഒരു സെമി പാർട്ടി വെയറാണ് ഞാൻ ചൂസ് ചെയ്തത്. എനിക്ക് ക്യാഷ്വലായിട്ടുള്ളത് ഇപ്പം ഞാൻ കാണിക്കുന്നില്ലേ, ഇതുപോലത്തേക്കൊരു ഔട്ട്ഫിറ്റാണ് ഞാൻ നോക്കിപ്പോയത്. അതായത് അത്യാവശ്യം നമുക്ക് പുറത്ത് പോകുമ്പോഴും അങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ്. പക്ഷേ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനാണെങ്കിലും എൻ്റെ മക്കൾക്കും ഹസ്ബൻഡും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെട്ടത് ഞാൻ ഇപ്പം ഇട്ടേക്കുന്ന സംഭവമാണ്. പക്ഷേ എന്നാലും ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റും കൂടി ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി. ഇതും എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ കൂടുതൽ എനിക്ക് ചേരുന്നത് ഞാൻ നേരത്തെ ഇട്ട ആ ഒരു മെറൂൺ ഔട്ട്ഫിറ്റായിരുന്നു. ഫൈനലി ഞാൻ അത് തന്നെ അങ്ങ് ചൂസ് ചെയ്തു. പിന്നെ കുഞ്ഞുമക്കളെ കൊണ്ടൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അതൊരു ബിഗ് ടാസ്ക്കാണ്. ഒരാളായപ്പോഴും രണ്ടാളായപ്പോഴും എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ മൂന്നാമത്തെ ആളും കൂടി ആക്കി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമായിട്ട് ഇപ്പോൾ നടത്തിക്കാൻ പോകുന്നത്. മറ്റൊന്നല്ല, എനിക്കും മോൾക്കും ടിന്നിങ് ആയിട്ടുള്ളൊരു ഡ്രസ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾക്കും മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ച മെറ്റീരിയൽ അല്ല കേട്ടോ ഫൈനലി എടുത്തത്. ഒരുപാട് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയതൊരു മെറൂൺ കളറായതുകൊണ്ട് അതൊരു കോമൺ കളറല്ലേ. അപ്പോൾ സെയിം കളറിലുള്ളൊരു മെറ്റീരിയൽ എടുത്ത് മോക്കും തയ്ക്കാമെന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ അളവെടുക്കുന്ന പ്രോസസ്സാണ്. ആ ചേച്ചിനെ അവൾ നോക്കി ദഹിപ്പിക്കുകയാണ്. ഇവൾ അതിൽ കൂടെ ഓടിപ്പാഞ്ഞ് നടക്കുകയും അങ്ങനെ ഞങ്ങൾ എടുക്കുന്ന ടൈമിൽ വാശി പിടിച്ച് കരയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് തന്നെ പേടിയായിരുന്നു കേട്ടോ, ഇവൾ അളവെടുക്കാനൊക്കെ സമ്മതിക്കുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല,
ആളാ ചേച്ചീനെ നന്നായിട്ടൊന്ന് നോക്കി പേടിപ്പിച്ചെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. അളവെടുക്കാനൊക്കെ കൂളായിട്ട് സമ്മതിച്ചിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഞങ്ങളിതേ വേറൊരു ഷോപ്പിൽ പോയേക്കാണ്. ആക്ച്വലി ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ നിന്നായിരുന്നു നോമ്പ് തുറന്നത് പോലും. ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. എൻ്റെ 2 കുട്ടന്മാർക്കാണ് ഇവിടെ മെയിനായിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നത്. അപ്പോൾ HMT കളമശ്ശേരി ആ ഭാഗത്തുള്ളൊരു ഹോളിവുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്. അപ്പോൾ ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ഇവിടുന്ന് അടിപൊളി ഷർട്ടും ടീഷർട്ടൊക്കെ ആയിട്ട് ഇവർക്ക് പെരുന്നാളിന് എടുത്തിട്ടുണ്ട്. അന്നും ഇതുപോലെ തന്നെ ഹാനൊരു ബ്ലാക്ക് ഹുഡി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഹുഡിയാണ് എന്നിട്ട് എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതാണ്. ഷോപ്പിൻ്റെ പേര് ഹോളിവുഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ കാറിലിരുന്ന് ബാക്കി നോമ്പ് തുറക്കൽ കാര്യങ്ങളൊക്കെ നടത്താണ്. അപ്പോൾ ഈ ഒരു ഗ്രേപ്പ് ബോൾ ജ്യൂസൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. ഈ ഒരു ഷോപ്പിൽ ഞാനും മോളും ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അന്ന് ഹസ്ബൻഡും അവന്മാർ 2 പേരായിട്ട് വന്നിട്ടുണ്ടായത്, ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ മാഷാ അല്ലാഹ് ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് വരാനായിട്ട് പറ്റി. എല്ലാവരും ഒത്തിരി ടയേർഡാണ്. എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലാട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകാനായിട്ട് ഭയങ്കര ആഗ്രഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല കേട്ടോ, നോമ്പ് പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഇഷ്ടമല്ല എനിക്ക്. എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് നമ്മൾ പുറത്തുനിന്നായിട്ട് ഫുഡ് വാങ്ങിക്കുന്നത്. കാര്യം എനിക്ക് നോമ്പ് പിടിച്ചിട്ട് ഒട്ടും ഇഷ്ടമുള്ള സംഭവമാണ് ഈ ഒരു മന്തി കഴിക്കാനായിട്ട്. പക്ഷേ പിള്ളേരുടെ എല്ലാവരുടെയും ഇഷ്ടം വാങ്ങിച്ച് നമ്മൾ അൽഫാം കുഴിമന്തി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പെരുന്നാളിൻ്റെ 2 ദിവസം മുമ്പ്, അതായത് പെരുന്നാളിന് മുമ്പുള്ള ബുധനാഴ്ചത്തെ കേസാട്ടോ. അപ്പോൾ മക്കളപ്പോഴത്തേക്കും മുടിയൊക്കെ വിട്ട് നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ തലയിൽ കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ലേസ് കൺട്രോൾ പൗഡർ ഒക്കെ ഇട്ട് അത് കളഞ്ഞിട്ടുണ്ട്. ഒരു ആയുർവേദ പൗഡറാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 പേരും മുടിയൊക്കെ വിട്ട് നല്ല കുട്ടന്മാരായിട്ടുണ്ട്. ഇത് എന്ത് കെട്ടാണ്? CR7 അങ്ങനെ എന്തോ റൊണാൾഡോയുടെ കട്ട്. ഇത് ബുള്ളറ്റ് കട്ടാന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതെനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു കുറച്ചുകൂടി മുടിയൊക്കെ ഒന്ന് വളർന്ന് സെറ്റാകുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ 2 പേരും മുടിയൊക്കെ വിട്ട് നല്ല കുട്ടന്മാരായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എക്സാമിന് പോവാണ് ഇവർ. അപ്പോൾ ഇവരുടെ എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോണത്. നങ്ങേലി ഹോസ്പിറ്റൽ, കോതമംഗലം. അപ്പോൾ ഓൾറെഡി ഉപ്പിച്ചിയും ഉമ്മിച്ചിയും അവിടെ പോകാനായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മെഡിസിൻ തീർന്നു. അപ്പോൾ അവർക്ക് മെഡിസിൻ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഒപ്പം പോകാമെന്ന് വിചാരിച്ചത്. അതല്ലെങ്കിൽ ഞങ്ങളുടെ തൊട്ടടുത്തൊരു ആയുർവേദ ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കാല് കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മടി കാരണം ഞാൻ പോയില്ല. അപ്പോൾ ഇവർ വന്നപ്പോൾ ഇവരുടെ ഒപ്പം അങ്ങോട്ട് പോന്നു. ഇപ്പോഴെങ്കിലും ഞാൻ പോകുന്നത് നന്നായി. അതല്ലെങ്കിൽ എൻ്റെ കാലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായേനെ. അപ്പോൾ 4 ദിവസത്തേക്ക് ഡോക്ടർ കാല് കെട്ടി വെച്ചേക്കാണ്. കാല് കുത്തണ്ട എന്നാണ് എന്നോട് പറഞ്ഞത്. ഈ 3 എണ്ണത്തിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്ന ടൈമിലാണ് അനിയൻ്റെ ഫോണിലെടുത്തൊരു വീഡിയോ എന്നെ കാണിച്ചിരുന്നു കേട്ടോ. അവന്മാർ 2 പേരും കൂടി ഇടിയുണ്ടാക്കുന്നത്. ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോഴൊക്കെ ഇവരെ ഡീൽ ചെയ്തത് അനിയനാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അവനെടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. 2 പേരും നല്ല തല്ലൊടുത്താണ്, അതുപോലെ നല്ല കൂട്ടാണ്. അനിയനുണ്ടെങ്കിലാണ് ചേട്ടൻ ഉണ്ടാവുള്ളൂ, ചേട്ടനുണ്ടെങ്കിലാണ് അനിയൻ ഉണ്ടാവുള്ളൂ. എവിടെയും ഒരുമിച്ച് നിൽക്കുകയുള്ളൂ. പക്ഷേ വിത്തിൻ സെക്കൻഡ്സ് അവർ ഇടിയുണ്ടാക്കും, വിത്തിൻ സെക്കൻഡ്സ് അവർ കൂട്ടാവും. അപ്പോൾ ഈറ്റിങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഗൈസ് മനസ്സമാധാനത്തോടു കൂടി ഒന്ന് റെസ്റ്റ് എടുക്കുക? ഇവരെയൊക്കെ കണ്ടതുകൊണ്ടാട്ടോ ഡോക്ടർ പറഞ്ഞതും എന്താണെങ്കിലും വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക. പിന്നെ ചെറിയ രീതിയിലൊക്കെ ജസ്റ്റ് കാലൊക്കെ കുത്താം. നിന്നോട് കാല് കുത്തണ്ട എന്ന് പറഞ്ഞാലാണ് നീ പയ്യെങ്കിലും നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ എന്നെ വിട്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്നോട് പറയാൻ കാരണം ഞാനും ഈ ഹോസ്പിറ്റലും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അപ്പോൾ എൻ്റെ സെക്കൻഡ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞാൻ കിടപ്പിലായൊരവസ്ഥയിൽ ഞാൻ ഇവിടെ നിന്നാണ് എണീറ്റ് നടന്നു തുടങ്ങിയത്, പിച്ച വെച്ച് തുടങ്ങിയത്. പിന്നെ 3rd ഡെലിവറിയിലും ഞാൻ തൊങ്ങിയാണ് ഇവിടെ വന്നത്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ഹോസ്പിറ്റലായിട്ട് എനിക്ക് അത്രയും ഒരു കണക്ഷൻ ഉണ്ട്. ഇവിടെ ഒരാൾ സ്കേറ്റിംഗ് ചെയ്ത് കളിക്കുകയാണ്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് വീട്ടിലേക്ക് വന്നു. ഇവിടെ ഞാൻ ചോറ് സംഭവങ്ങളൊക്കെ വച്ചിട്ടാണ് പോയത്. റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതൊന്നും ആരും യൂസ് ചെയ്യാനൊന്നും പോണില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് അപ്പോൾ അതൊക്കെ ഞാൻ എടുക്കുകയാണ്. പിന്നെ എൻ്റെ പിള്ളേരുടെ കുറേ ഡ്രസ്സുകൾ
ഞാൻ എപ്പോൾ വീട്ടിൽ പോയാലും ഒരു കുന്ന് ഡ്രസ്സും ഒരു കുന്ന് ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വീട്ടിലോട്ട് പോണത്. അതും പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്, വലിയൊരു ഭാണ്ഡക്കെട്ടായിട്ട് വന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് കുറേ ഐറ്റംസ്, പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഇരുന്നത്, അതെല്ലാം എടുത്ത് ഞങ്ങളങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിയേക്കാണ് ഗൈസ്. ഞാനിങ്ങനെ പകച്ച് നോക്കുന്നത് പറഞ്ഞതല്ല കേട്ടോ, അവിടെ നിന്ന് ഇവിടെ നിന്ന് ബാറ്റും ബോളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി കാല് വയ്യ, ഇനി അതൊരു ഫ്രാക്ചറിലേക്ക് ആക്കണ്ടല്ലോ എന്ന് പേടിച്ചാണ് ഞാനിങ്ങനെ ഇറങ്ങണത്. മക്കളെ പേടിച്ച് ഇറങ്ങണ ഒരവസ്ഥയായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറാണ്. അപ്പോൾ ആക്ച്വലി എൻ്റെ വീട്ടിൽ വാക്കറുണ്ട്. എനിക്ക് വയ്യാതൊക്കെ ആയ ടൈമിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ വാക്കറുണ്ട്, എൻ്റെ സ്വന്തം വണ്ടി. പക്ഷേ ഇപ്പോൾ ആ വണ്ടിയൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ്. കാരണം ആ ഒരു ക്ലിപ്പിങ്ങൊന്നും ഇതിനകത്തില്ല കേട്ടോ. ഞാൻ വാക്കറിൽ നടക്കുന്ന ടൈമിൽ 2 സൈഡിൽ നിന്ന് ഇവന്മാർ കയറി നിൽക്കും. അതിൻ്റെ മുകളിൽ സെൻറ്ററിലുള്ള കമ്പിയിൽ ഇവളും വന്ന് ഊഞ്ഞാലാടും. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ആ വാക്കർ യൂസ് ചെയ്യാതെ ഇരിക്കലായിരിക്കും ബെറ്റർ. പിന്നെ ഒരുവിധം ഞാൻ എൻ്റെ വീട്ടിലോട്ട് കയറി. അപ്പോൾ ഇത് എൻ്റെ മക്കളെക്കാളും പ്രാന്തമുള്ള ആളാണ് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ്. അപ്പോൾ അനിയനും പിള്ളേരും കൂടിയിട്ട് വേറെ ബോളും ബാറ്റും എന്തൊക്കെ വാങ്ങാനായിട്ടുള്ള പോക്കാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് ക്രിക്കറ്റ് കളിക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയല്ല കേട്ടോ, 5:30 5:45 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വേഗം വന്ന് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റണ പണി ഞാനും ചെയ്യാണ്. എനിക്ക് കാല് ചുരുക്കി വെക്കരുതെന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാൻ നിവർത്തി വെക്കുമ്പോൾ ആ കാലിൽ തട്ടിയിട്ട് പോണവരും വന്നവരൊക്കെ വീഴാണ്. മറ്റേ ചതിക്കാതെ ചന്തയിൽ മറ്റേ ഒലക്കി വയ്ക്കൂലേ ബസ്സിൽ, ആ ഒരു എഫക്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ കൊച്ചേ മക്കളും കൂടി ഇവിടെ ക്രിക്കറ്റ് കളിക്കുകയാണ്. അപ്പോൾ ബാറ്റ് അവിടെ നിന്ന് കിട്ടിയില്ല നല്ലത്. അപ്പോൾ വേറെ ഏതൊരു ബോളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അവർ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാറ്റൊക്കെ പിള്ളേർ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടോ. എൻ്റെ മക്കൾ വരുമ്പോൾ ഡ്രസ്സ് ഇതേപോലെയുള്ള കുറേ ബാറ്റ്, സ്കേറ്റിംഗ് ഷൂ, എൻ്റെ പൊന്നോ കൊണ്ടുവരാത്തൊരു സാധനങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ പോകുമ്പോൾ വലിയൊരു ഹ്യൂജ് ലഗേജായിട്ടായിരിക്കും തിരിച്ചു പോണത്, ഇവിടെ നിന്നുള്ള ഐറ്റംസൊക്കെ ആയിട്ട്. ഇനിയൊരു 4 ദിവസം ഇവിടെയാണ്. അപ്പോൾ പെരുന്നാൾ ഞങ്ങളുടെ ഇവിടെ ആയിരിക്കും ഇൻഷാ അല്ലാ. അല്ല, ഇവിടെ ആയിരുന്നു. എല്ലാവരും കൂടി സഹകരിച്ച് എങ്ങനെയൊക്കെയോ നോമ്പ് തുറക്കണേൻ്റെ ടൈം ആയപ്പോഴത്തേക്കും ജ്യൂസ്, കട്ട്ലൈറ്റ്, ചിക്കൻ കറി, പുട്ട്, ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചു, ചായ തിളപ്പിച്ചു. മൊത്തം ഹറിബറി ആയിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ എല്ലാം റാഹത്തായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. പിന്നെ വീട്ടിലേക്ക് ഉപ്പച്ചിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല. എൻ്റെ ഹസ്ബൻഡും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ അനിയനും ഇക്കാക്കായും കൂടി പോയിട്ടാണ് എടുത്തിട്ടുണ്ടായത്. ഈ ഒരു നോമ്പ് തുറയുടെ വിഭവങ്ങളൊക്കെ പിറ്റേന്നുള്ളതാണ്. അന്നത്തെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ആ ഒരു വലിയ ബേസിനിൽ തന്നെ വച്ച് എങ്ങനെയൊക്കെ ഒപ്പിച്ച് എല്ലാവരും കൂടി റാഹത്തായിട്ട് നോമ്പ് തുറക്കാൻ പറ്റി. പിന്നെ അതേ ഹസ്ബൻഡ് വന്നപ്പോൾ മോളുടെ ഡ്രസ്സ് തയ്ച്ചതും കൂടി വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത്. പിന്നെ പെരുന്നാളൊക്കെ വീട്ടിൽ തന്നെ കൂടി. ശനിയാഴ്ച ഞാൻ ഡോക്ടറെ കാണാൻ ഒന്നുകൂടി വന്നേക്കാണ്. പെരുന്നാൾക്കൂടി കെട്ടിട്ടാട്ടോ ഞാനും മോള് വന്നിട്ടുണ്ടായത്. ടിന്നിങ്ങായിട്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു. 2 ആഴ്ചത്തേക്ക് പിന്നെയും കെട്ടി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ കെട്ട് ഇടയ്ക്കൊന്ന് അഴിച്ചു കൊടുത്തിട്ട് കുഴമ്പ് തേക്കുക, ചൂട് കുടിക്കുക, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. എന്താണെങ്കിലും ഇത്തവണ എൻ്റെ അനിയത്തിയുടെ പുതുപെരുന്നാളിൻ്റെ ഒപ്പം എനിക്കും വീട്ടിൽ തന്നെ പെരുന്നാൾ കൂടാൻ പറ്റി. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.